നമസ്കാരം. ഭദ്രകാളിയെ കാളി രൂപത്തിൽ പ്രതിഷ്ഠിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ഭദ്രകാളി ക്ഷേത്രത്തിലും കൊടുങ്ങല്ലൂരിൽ നിന്നും ആവാഹിക്കപ്പെട്ടതോ സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ തന്നെയായ ഭദ്രകാളി പ്രതിഷ്ഠകൾ തന്നെയായിരിക്കും എന്നതാണ് വാസ്തവം. മൂലക്ഷേത്രം അതിനാൽ കൊടുങ്ങല്ലൂരാകുന്നു. 108 ശിവാലയങ്ങളിലും 108 ദുർഗാക്ഷേത്രങ്ങളിലും ഉൾപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. അതിനാൽ തന്നെ ഈ നടയിൽ, അമ്മയുടെ നടയിൽ എത്തിയാൽ തീരാത്തതായ ദുഃഖങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവം. അമ്മ വാത്സല്യവതി തന്നെയാണ്. ഘോരരൂപത്തിലും തൻ്റെ ഭക്തരെ ചേർത്ത് പിടിക്കും എന്നതാണ് അമ്മയുടെ പ്രത്യേകത. ഇത്തരത്തിൽ ഞെട്ടിക്കുന്നതായ ഒരു സംഭവം കൊടുങ്ങല്ലൂരിൽ അർദ്ധരാത്രി സംഭവിക്കുകയുണ്ടായി. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വളരെ കാലം മുൻപ് ഒരിക്കൽ ഒരു ഭക്തൻ അർദ്ധരാത്രി അമ്മയുടെ നടയിൽ എത്തുകയുണ്ടായി. ദീർഘദൂരം നടന്നതിനാൽ തന്നെ വളരെയധികം ക്ഷീണിതനായിരുന്നു അദ്ദേഹം. ഇങ്ങനെയാണ് വൈകി എത്തിയത്. ആ കാലത്ത് ഇന്നത്തേതുപോലെ ബസ്, കാർ എന്നീ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അമ്മയെ ഒരു നോക്ക് കാണുവാനുള്ള ആഗ്രഹത്താൽ ക്ഷീണിച്ചാണ് എങ്കിലും കൊടുങ്ങല്ലൂരിൽ അദ്ദേഹത്തിന് അമ്മയുടെ കടാക്ഷത്താൽ എത്തിച്ചേരുവാൻ സാധിച്ചു. അർദ്ധരാത്രി ആയതിനാൽ തന്നെ കിടക്കാനോ അല്ലെങ്കിൽ ദാഹം ശമിപ്പിക്കുവാനോ ഭക്ഷണം ലഭിക്കുവാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഒരിറ്റ് ജലം ലഭിക്കാനുള്ള സാധ്യതകൾ പോലും ഇല്ല എന്നതാണ് വാസ്തവം. ആ ഭക്തൻ ഭക്ഷണം പോലും ലഭിക്കാതെ വലയുകയുണ്ടായി. അന്ന് കാലത്ത് താമസിക്കുവാൻ സൗകര്യം ലഭിക്കുന്നത് പോലും വളരെ പ്രയാസകരം തന്നെയാകുന്നു. ഈ കാരണത്താൽ അദ്ദേഹം അടുത്തുള്ള ഇല്ലങ്ങളിലും വീടുകളിലും അഭയം തേടി. അന്ന് കാലത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് അടുത്തായി ധാരാളം ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. പ്രതാപശാലികളും അതേപോലെ തന്നെ അതിസമ്പന്നരുമായ കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും അടുത്ത് ഭക്തൻ അഭയം നൽകുവാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ആരും അത് ചെവിക്കൊണ്ടതില്ല. എല്ലാവരും അത് നിഷേധിച്ചു എന്നതാണ് വാസ്തവം. ക്ഷീണിച്ച് അവശനായ ആ ഭക്തനെ അവർ കളിയാക്കും വിധം പല കാര്യങ്ങളും പറഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞത്, ദൂരെ കാണുന്ന ആ വിളക്ക് ഇല്ലേ, അവിടേക്ക് ചെന്നോളൂ. അവിടെ പ്രായമായ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. ഒന്ന് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് അഭയം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന്. ഇരുട്ടത്ത് ഒരു വിളക്ക് മാത്രം ദൃശ്യമായി. ഇരുട്ടാണ് എങ്കിലും അവിടേക്ക് ക്ഷീണിച്ച് അവശനായ ഭക്തൻ ചെന്നു. വാതിൽ കണ്ട് തട്ടി വിളിച്ചു. വാതിൽ തുറന്നത് ഒരു വൃദ്ധയായ സ്ത്രീ ആയിരുന്നു. എന്താ മോനെ ഈ അർദ്ധരാത്രിയിൽ ഇവിടെ എന്ന് ആ വൃദ്ധ ചോദിച്ചു. ഭക്തൻ പറഞ്ഞു, താൻ ഇവിടെ എത്താൻ വൈകിപ്പോയി എന്നും രാത്രി കിടക്കാൻ അഭയം നൽകണം എന്നും രാവിലെ തന്നെ അമ്മയുടെ ദർശനം ലഭിച്ചാൽ മടങ്ങും എന്നും അറിയിച്ചു. ആ അമ്മ വാതിൽ തുറന്ന് അദ്ദേഹത്തെ ഉള്ളിലേക്ക് കയറ്റി. കിടക്കാൻ സ്ഥലവും കാണിച്ചു നൽകി. കഴിക്കാൻ ചോറും ലഭിച്ചു. ദാഹം മാറ്റുവാനായി ജലവും ആ ഭക്തന് നൽകി. കിടക്കുവാനായി ഒരു പായ ആ അമ്മ ആ ഭക്തന് നൽകുക തന്നെ ചെയ്തു. അതിനുശേഷം വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ആ ഭക്തൻ ഉറങ്ങിപ്പോയി എന്നതാണ് വാസ്തവം. രാവിലെ ഉണർന്ന ഭക്തൻ ഞെട്ടിപ്പോയി. കാരണം അവിടെ കണ്ട കാഴ്ചകൾ അപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന് ഒരു നിമിഷം അത് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. അദ്ദേഹം കണ്ട കാഴ്ച, അമ്മയുടെ നടയിലാണ് അദ്ദേഹം കിടക്കുന്നത്. സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ. അദ്ദേഹത്തിന്, അതായത് ഈ ഭക്തന് അത്ഭുതമാണ് തോന്നിയത്. പിന്നീട് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി. തനിക്ക് അഭയവും ആഹാരവും നൽകിയത് സ്വയം കൊടുങ്ങല്ലൂരമ്മ തന്നെയായിരുന്നു. ഇന്നലെ
താൻ കണ്ടത് കൊടുങ്ങല്ലൂരമ്മയെയാണ്. പാതിരാത്രിയിൽ വാതിൽ തുറന്നത് സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ്. വൃദ്ധയുടെ രൂപം സ്വീകരിച്ച് അമ്മ ആ ഭക്തന് അഭയം നൽകുകയാണ് ചെയ്തത്. അമ്മയുടെ ആ പ്രവൃത്തിയിൽ അത്ഭുതമാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം ആ സമയം തന്നെ അമ്മയുടെ നാമം ഉറക്കെ വിളിച്ചു. ഇത് കേട്ട് അത്ഭുതത്തോടെ തന്നെ പൂജാരി ക്ഷേത്രനട തുറന്നു. അവർ ഏവരും ഞെട്ടിപ്പോയി എന്നതാണ് വാസ്തവം. ഇന്നലെ അടച്ചുപോയ നടയിൽ ഇദ്ദേഹം എപ്രകാരം എത്തി എന്ന് ക്ഷേത്രാധികൃതർ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്തരത്തിൽ സംഭവിക്കുന്നത് ആദ്യമായാണ്. അതിനാൽ തന്നെ അവർക്കും അത്ഭുതം തോന്നി. അവർ കാര്യം ആരായുകയും ചെയ്തു. ഭക്തൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏവരും അത്ഭുതപ്പെട്ടു പോയി. അമ്മ നൽകിയ ആ സൗഭാഗ്യം അവർ ഏവരും ഓർത്ത് സന്തോഷത്തോടെ നിന്നു. അമ്മയെ ഏവരും വണങ്ങി അമ്മയുടെ നാമങ്ങൾ അവർ ജപിച്ചു. എന്നാൽ ഒരു നിമിഷം നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റു ചില കാര്യങ്ങളുണ്ട്. അന്ന് ഭക്തന് അഭയം കൊടുക്കാത്തതായ അല്ലെങ്കിൽ ഭക്തനെ അപമാനിച്ചതായ ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. അവർക്ക് സംഭവിച്ചത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. അന്ന് ഭക്തന് അഭയം നൽകാതിരുന്ന ആ ഇല്ലങ്ങൾ ദേവിയുടെ കോപാഗ്നിയിൽ ക്ഷയിച്ചില്ലാതായി എന്നാണ് വിശ്വാസം. തന്റെ ഭക്തന് അഭയം നൽകാത്തതിനുള്ള ശിക്ഷയായിരുന്നു അതെല്ലാം. തന്റെ ഭക്തരുടെ മനസ്സ് നിറച്ച് മാത്രമേ അമ്മ അവരെ തന്റെ നടയിൽ നിന്നും തിരിച്ചയക്കൂ. ഇത് ഓരോ ഭക്തരുടെയും അനുഭവം തന്നെയാണ്. അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ കൊടുങ്ങല്ലൂരമ്മ ഒരിക്കലും കൈവിടുന്നതല്ല. ആ നടയിൽ എത്തിയാൽ നിങ്ങളുടെ എത്ര വലിയ ദുഃഖമാണ് എങ്കിലും, എത്ര തീരാ ദുഃഖമാണ് എങ്കിലും അത് അവസാനിക്കും എന്നാണ് വിശ്വാസം. അതിനുള്ള വഴികൾ അമ്മയായി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിന് അനേകം പേരുടെ അനുഭവം തന്നെയുണ്ട്. ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങളാണ് ഓരോ ദിവസവും ആ മഹാക്ഷേത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ നടയിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും വളരെ സൗഭാഗ്യമാണ്, പുണ്യമാണ് എന്ന് പറയാം. സാധിക്കുന്ന ഏവരും ഒരിക്കലെങ്കിലും അമ്മയുടെ നടയിൽ എത്തുവാൻ ശ്രമിക്കുക. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അമ്മയുടെ ആ നടയിൽ എത്തുവാൻ ഏവരും ശ്രമിക്കുക. അമ്മേ ശരണം.